അങ്ങനെ ദുബായിൽ വീണ്ടും ഒരു മഴ കൂടി വന്നു. അല്ല, ഇന്ന് ഓഫീസിൽ എല്ലാവരും വീട്ടിൽ നിന്ന് വർക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ എന്നാലും ഓഫീസിലോട്ട് എനിക്കൊരു 5 മിനിറ്റ് കൂടെ നടന്നു പോയാൽ മതി. സിഗ്നൽ ഓപ്പണായി, 5 മിനിറ്റ് കൂടെ നടന്നു പോയാൽ മതി. അവിടെ അങ്ങോട്ടുണ്ട്. റൂമിൽ ഇരുന്നാലേ, റൂമിൽ നമ്മൾ ബെഡ് സ്പേസ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ജോലി ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓഫീസിൽ തന്നെ പോയിരുന്ന് വർക്ക് ചെയ്യാം എന്ന് വിചാരിച്ചു. അതൊക്കെ വെള്ളം കിടപ്പുണ്ട്. ഈ ലൈനിൽ ആരുമില്ലല്ലോ, എന്താ ഇവിടേക്ക് ഇവരെ ഡ്രെയിനേജ് ഇതെല്ലാം ഓപ്പണാക്കി വെച്ചു. നേരത്തെ ഡ്രെയിനേജ് ഓപ്പണാക്കി വെച്ചു. കഴിഞ്ഞ മഴയ്ക്ക് ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് അവർ പ്രാവശ്യം നേരത്തെ ഓപ്പണാക്കി വെച്ചു. ആകാശമൊക്കെ ഇനി ഇരുണ്ട് കിടക്കുക. ഒരു വിമാനം പോണേ. എയർപോർട്ട് തൊട്ടടുത്താണേ, ആ സൈഡിലെ എയർപോർട്ടാണ്. അയ്യോ, എൻ്റെ ബിൽഡിംഗ് ഇതല്ല, അവിടെയാണ്. ഞാനിത് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോട്ടെ. ദുബായ് ടാക്സി കിടക്കുന്നു. ഇവിടെയൊക്കെ വെള്ളമാണ്, കംപ്ലീറ്റ് വെള്ളം നിറഞ്ഞ് കിടക്കുക. ഇത് തലഭാഗത്തില്ലേ, അതിൻ്റെ ഓരോ സ്കൂട്ടറുകളൊന്നും കാണുന്നില്ല. മറ്റേ ഇവിടെ എല്ലാവരും ഇവിടെ കണ്ടായിരുന്നു. മഴയായതുകൊണ്ട് ആരുമില്ല. ഈ പാർക്കിങ്ങിലൊക്കെ നിറച്ച ആൾക്കാർ വരും കുറച്ച് കഴിയുമ്പോൾ. ഇന്നിപ്പം മഴയായതുകൊണ്ട് ആരും കാണില്ല. ആകാശമൊക്കെ ഇരുണ്ട് മൂടി കിടക്കുന്നു. ഉച്ചയ്ക്ക് നല്ല മഴയുണ്ടെന്ന് പറയുന്നത്. നമ്മൾ മഴയാണെങ്കിലും ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇതായണ്ട നല്ല ചൂടുണ്ട് കേട്ടോ. നമ്മൾ നടക്കുമ്പോൾ അത് അറിയാൻ പറ്റും. അയ്യോ, ഇന്നലത്തെ കാറ്റിന് ഇവിടുത്തെ ഇതെല്ലാം മറിഞ്ഞു വീണു. രാത്രിയിലും മഴ ഉണ്ടായിരുന്നു, നല്ല കാറ്റായിരുന്നു. എല്ലാം മറിഞ്ഞു വീണു. അയ്യോ, ഈ കട സീസണാണ്. ഈ തണുപ്പ് സമയത്താണ് ഇവരിങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുന്നതേ. പക്ഷെ ഇവിടെ മൊത്തം പൊളിഞ്ഞ് കിടക്കുക. എന്ത് ചെയ്യും? ഇന്നലത്തെ മഴയും കാറ്റും അടിച്ചിട്ട് മൊത്തം പ്രശ്നമാണ്. ഇവിടെയൊക്കെ കുഴിഞ്ഞ് കിടപ്പുണ്ട്. നമ്മളെ ശ്രദ്ധിക്കാണ്ടൊക്കെ ചവിട്ടിക്കഴിഞ്ഞാൽ കുഴിയിൽ തന്നെ പോകണ്ട. ഈ ഭാഗത്ത് കുഴിഞ്ഞ് കിടക്കുന്നു. അടിയിൽ നിന്ന് മണ്ണ് പോയി കഴിഞ്ഞ മഴ വന്ന സമയത്തെ മൊത്തം പോയിട്ട് ഒന്നും പറയണ്ട. എന്തൊരു ചൂടാണോ എന്തോ. ഇന്നീ ബോസങ്ങളും കയറുമ്പോൾ ഞാൻ മാത്രം ഒറ്റയ്ക്കിരിക്കുന്നുണ്ടാ, എന്ത് പറയുമെന്തോ. നമ്മുടെ ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്തായിരുന്നു വീട്ടിൽ നിന്ന് വർക്ക് ചെയ്താൽ മതി. അവരൊക്കെ ഒരുപാട് ദൂരമുള്ളവരാണ്. കുറേ പേർക്ക് വണ്ടിയൊക്കെ ഉള്ളവർക്കൊക്കെ വരാൻ പറ്റത്തില്ല. മഴയുണ്ട്, വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമാവും. അതുകൊണ്ടേ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ എത്താവുന്ന ദൂരമേ ഉള്ളൂ. അപ്പോൾ ശരി. ഇവിടെ കാറ്റടിച്ചിട്ട് ബൈക്കൊക്കെ മറിഞ്ഞ് കിടക്കുന്നു. ഒരു മൈനയൊക്കെ ഉണ്ട്. നാളെ ഒരു മൈനയൊക്കെ ഉണ്ട്. പ്രശ്നമാണ്. അയ്യോ, അങ്ങനെയൊന്നുമല്ല കേട്ടോ. അതൊക്കെ നമ്മുടെ മൈൻഡിൻ്റെ. അങ്ങനെ നമ്മുടെ ഓഫീസിൻ്റെ ബിൽഡിങ് എത്തി. ഇനി അങ്ങോട്ട് കയറാം. അയ്യോ, വർക്കിംഗ് ആണ്. തുറക്ക സീസേ. ഇവിടെ ഓപ്പണായി കിടപ്പുണ്ട്. നമുക്കിത് കയറിയിട്ട് കുത്തി അടിപൊളി. തുറക്കൂ. അങ്ങനെ നമ്മുടെ ഓഫീസിലെത്താറായി. എല്ലാ ഓഫീസുകളും അടവാ, ആരുമില്ല. എന്നാലും നമ്മൾ വന്നിട്ട് ഓഫീസ് തുറക്കട്ടെ. ഓഫീസിൽ കയറി. ലൈറ്റാണ്. ഓഫീസ് ക്ലോസ് ചെയ്ത.
എൻ്റെ ചോറൊക്കെ ഉണ്ട്, പാൻട്രി കൊണ്ട് വയ്ക്കട്ടെ. നമുക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ. റൂമിൽ ഇരുന്നാൽ ശരിയാവില്ല കേട്ടോ, അതാണ് ഈ പോരുന്ന റൂമിൽ ഈ പറഞ്ഞിട്ട് കൂട്ടാ. നമുക്ക് ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അവരെ കിടന്ന് ഉറങ്ങിയായിരിക്കും, നമ്മളവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ്. ഹേയ് 3 കുതിരയെ കണ്ട് ഞങ്ങളുടെ ഓഫീസിൽ ഞാൻ പഞ്ച് ചെയ്യട്ടെ. ചിക്കൻ, യെസ്, ചിക്കൻ ചെയ്തു. എ സി ഇടണോ എന്തോ, എ സി ഇട്ടേക്കാം. എ സി ഇട്ട് 23 വന്നിട്ട് ഇവിടെ നിന്ന് ലൈറ്റ് ഇടാം. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പരിപാടിയും കഴിഞ്ഞു. ഇത് കണ്ടോ, മൊത്തം ഇരുണ്ട് കിടക്കുക. ആൾക്കാരൊക്കെ ഓഫീസിൽ കുറേ പേര് വരുന്നുണ്ട്, പക്ഷേ എന്നാലും കുറച്ച് കഴിയുമ്പോൾ കാലിയായിരിക്കും. കുറച്ച് കഴിയുമ്പം ആൾക്കാരെല്ലാം വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാലിയായിരിക്കും, അല്ലെങ്കിൽ ഫുള്ളായിരിക്കും, ഒന്ന് വരെ ഫുള്ളായിരിക്കും. അയ്യോ, ഞങ്ങൾ 3D പ്രിൻ്റർ മെഷീനായിരുന്നു, ഡാമേജ് ആയപ്പോൾ പുതിയ മെഷീൻ വരും. ടീമുകളൊന്നും ഇല്ല. ഒരു പുള്ളിയുണ്ട്, വാച്ചും കണ്ണാടിയും എല്ലാം ഇവിടെ വെച്ചിട്ട്. എൻ്റെ ഏരിയയാണ്, അപ്പോൾ പോന്നേക്കാം. അപ്പോൾ ശരി, നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ. കുറേ നാളായി വീഡിയോ ചെയ്തിട്ട്, അതാണ് ഇന്ന് മഴ ദിവസമായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, ബൈ. അതാ പിന്നെ മഴ വന്നു, ആൾക്കാരൊക്കെ കുടയും കൊണ്ട് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ആരും വരില്ല, മഴയത്തൊക്കെ സൈക്കിളും ചവിട്ടിപ്പോണം. സൂപ്പർ ഫീലായിരിക്കും അല്ലേ? നല്ല മഴയുണ്ടെന്ന് പറയുന്ന കേട്ട്, വൈകുന്നേരം വരെയും കാണും എന്താകുന്ന അവസ്ഥ. അപ്പോൾ ശരി, അങ്ങനെ ഒരു മഴ വീഡിയോ കട്ടെ. കുറേ നാളായി വീഡിയോ കിട്ടട്ടെ. ഓക്കെ.